السلام عليكم ورحمة الله وبركاته. الحمد لله الذي كفى والصلاة والسلام على نبي المصطفى وعلى آله وأهل صدقه والوفاء ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نصر من الله وفتح قريب. صدق الله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിൻ്റെ മജ്‌ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല ഇൽമിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തിരുമാറാവട്ടെ, നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. ദുന്യവി മുഖറുമായ എല്ലാ സതുദ്ദേശവും അല്ലാഹു തആല നമുക്ക് നിറവേറ്റി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിൻ്റെ പ്രതിഫലം അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മഹല്ലത്തിൽ ഒരുപാട് ആൾക്കാർ പല നിലക്കുമുള്ള അസുഖങ്ങൾ പ്രയാസങ്ങൾ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്. അജലായ ഷിഫ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കറിയാം, സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായ കർമ്മമാണ്. കാരണം നമ്മളൊക്കെ വ്യത്യസ്തങ്ങളായ വൈവിധ്യമാർന്ന നല്ല വാസനയുള്ള സുഗന്ധങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീട്ടുകാരെല്ലാവരും സുഗന്ധങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പൊതുവേ നമ്മൾ സുഗന്ധം ഉപയോഗിക്കുമ്പോൾ അത് എല്ലാവരും നല്ല സ്മെല്ലടിക്കണം, അതല്ലെങ്കിൽ എല്ലാവർക്കും നല്ല സുഗന്ധം ഉണ്ടാവണം, എല്ലാവരും നല്ല നമ്മുടെ വാസന ആസ്വദിക്കണം എന്ന രൂപത്തിലാണ് പലപ്പോഴും പൊതുവെ സുഗന്ധങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ സുഗന്ധം ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സുഗന്ധം ഉപയോഗിക്കുന്ന വിഷയത്തിലും ഇഖ്ലാസ് അത്യാവശ്യമാണ്. അപ്പോൾ പലപ്പോഴും ചിന്തിക്കും, എന്തിനപ്പോൾ സുഗന്ധം ഉപയോഗിക്കുമ്പോൾ ഇഖ്ലാസ് എന്തിനാ, സുഗന്ധം ഉപയോഗിക്കുമ്പോൾ ഇഖ്ലാസ് ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. കാരണം സുഗന്ധം പൂശുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇഖ്ലാസ് അത്യാവശ്യമാണ്. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാൾ അള്ളാഹുവിന് വേണ്ടിക്കൊണ്ട് സുഗന്ധം പൂശുന്നവൻ, അള്ളാഹുവിന് വേണ്ടിക്കൊണ്ട്, മുത്തനബിൻ്റെ തിരു സുന്നത്താണ്, സുഗന്ധം ഉപയോഗിച്ചാൽ പ്രതിഫലം കിട്ടും എന്നൊക്കെ നല്ല രൂപത്തിൽ റാഹത്തായ നല്ലൊരു സ്മെല്ലുണ്ടാവണം, അല്ലെങ്കിൽ റാഹത്തായ സുഗന്ധം ഉണ്ടാവണം, മോശപ്പെട്ട ദുർഗന്ധമൊക്കെ മാറണം. അങ്ങനെ നല്ല ഇഖ്ലാസോടുകൂടി നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം, മുത്തനബിയുടെ തിരു സുന്നത്താണ് എന്നുള്ള നല്ല ഇഖ്ലാസോടുകൂടി ഒരാൾ സുഗന്ധം ഉപയോഗിക്കുമ്പോൾ അതിന് വലിയ പ്രതിഫലമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ ഈ ഇഖ്ലാസോടുകൂടി സുഗന്ധം ഉപയോഗിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അന്ത്യനാളിൽ വരുന്ന രൂപം വിശദീകരിക്കുന്നുണ്ട്. അത് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമുള്ളവനായിരിക്കും, ആ ഒരു രൂപത്തിലായിരിക്കും നാളെ അള്ളാഹുവിൻ്റെ അരികിലേക്ക് വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത് എങ്ങനത്തെ ആൾക്കാർ കിട്ടുക പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഖ്ലാസോടു കൂടി, നല്ല നിയ്യത്തോടു കൂടി, നല്ല നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, മുത്തനബിയുടെ തിരു സുന്നത്താണ് നിലക്കുള്ള ഉദ്ദേശത്തോടു കൂടി ആ ഒരു രൂപത്തിൽ ഇഖ്ലാസോടു കൂടി സുഗന്ധം ഉപയോഗിക്കുന്ന ആളുകളാണ് നാളെ അന്ത്യനാളിൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളവനായിക്കൊണ്ട്, കസ്തൂരിയേക്കാൾ വാസന ലഭിക്കുന്ന രൂപത്തിൽ, ആ സുഗന്ധപൂരിതമായ രൂപത്തിൽ അയാൾക്ക് നാളെ വരാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇതിൻ്റെ ഒരു മറുവശം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, എന്നാൽ അള്ളാഹുവിന് വേണ്ടിയല്ലാതെ, ഇപ്പോൾ അള്ളാഹുവിന് വേണ്ടിയല്ലാതെ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ നാലാളുടെ ഇടയിൽ പോകുമ്പോൾ നല്ല സുഗന്ധം ഗമിക്കണം, ഞാൻ അത്ര ഉപയോഗിച്ചെന്ന് അറിയണം എന്ന രൂപത്തിൽ പ്രത്യക്ഷത്തിൽ ബാഹ്യമായിക്കൊണ്ട് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുക എന്ന നിലക്കുള്ള രൂപത്തിലാവുമ്പോൾ അതിന് പ്രതിഫലം ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം അള്ളാഹുവിന് വേണ്ടി അല്ലാതെ സുഗന്ധം പൂശുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നാളെ അന്ത്യനാൾ വരിക ശവത്തേക്കാളും ദുർഗന്ധമുള്ള ആ ഒരു രൂപത്തിലായിരിക്കും, ശവത്തേക്കാളും ദുർഗന്ധം വമിക്കുന്ന രൂപത്തിലായിരിക്കും നാളെ അന്ത്യനാളിൽ അവന് കടന്നു വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യായിൽ ഇതൊക്കെ വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സുഗന്ധം ഒരു അത്തറല്ലേ അല്ലെങ്കിൽ പെർഫ്യൂമല്ലേ എന്ന രൂപത്തിൽ നമ്മളാണ്ട് ഉപയോഗിക്കുമ്പോൾ അതിന് ഒരു ഇഖ്ലാസ് ഇല്ല എങ്കിൽ ഈ രൂപത്തിലാവും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തർ ഉപയോഗിക്കുമ്പോൾ, സുഗന്ധം ഉപയോഗിക്കണം, നമുക്ക് വളരെ കൃത്യമായി നല്ല ഇഖ്ലാസോട് കൂടി തന്നെ അത് ഉപയോഗിക്കാം, നാം ശ്രദ്ധിക്കണം. അങ്ങനെയാവുമ്പോൾ നാളെ നല്ല കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളവനായിക്കൊണ്ട് അന്ത്യനാൾ വരാൻ സാധിക്കും. ഇല്ല എങ്കിൽ അവന് ഒരു ദുർഗന്ധം വമിക്കണ രൂപത്തിൽ, ശവത്തേക്കാളും ദുർഗന്ധം വമിക്കണ രൂപത്തിലായിരിക്കും നാളെ അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടുക എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് സുഗന്ധം പൂശുന്നതിൽ ഇഖ്ലാസ് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ അണിഞ്ഞൊരുങ്ങുന്ന സഹോദരിമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലേ. ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ പുറത്തു പോകുമ്പോൾ നല്ല പെർഫ്യൂം അത്തറൊക്കെ ഉപയോഗിച്ചുകൊണ്ടാവും പുറത്തു പോവുക. അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ നിയ്യത്ത് എന്താ? മറ്റുള്ളവരെന്നെ സുഗന്ധം അവർ ആസ്വദിക്കണം എന്ന രൂപത്തിലാവുമ്പോൾ അതൊക്കെ എന്തായി മാറും? ഇത് ശവത്തേക്കാളും ദുർഗന്ധമുള്ളവളായിക്കൊണ്ട് ദുർഗന്ധം വമിക്കുന്നവനായിക്കൊണ്ട് നാളെ പാരത്രിക ലോകത്ത് വരേണ്ടി വരും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അണിഞ്ഞൊരുങ്ങുന്ന സഹോദരിമാരൊക്കെ പ്രത്യേകം എന്താവുക? ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ അന്ത്യനാളിൽ നാറിയതും നല്ലതുമായ സുഗന്ധം ഉള്ളവരാരൊക്കെയാണെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല സൗന്ദര്യ പൂജക്കാരോട് പ്രത്യേകം എന്താവും ശ്രദ്ധിക്കുക. സൗന്ദര്യ പൂജക്കാരെന്ന് പറഞ്ഞാൽ സൗന്ദര്യം ഇങ്ങനെ നന്നായിട്ട് ആസ്വദിച്ചുകൊണ്ട് അതിനെ വളരെ കെയർ ചെയ്തുകൊണ്ടൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഈ ഒരു പെർഫ്യൂമൊക്കെ ഉപയോഗിക്കുമ്പോൾ അത്രയൊക്കെ ഉപയോഗിക്കുമ്പോൾ അവരൊക്കെ അവരുടെ നിയ്യത്ത് എന്താണ്? ഭൗതികമായിട്ട് മറ്റുള്ളവരിലാണ് ലക്ഷ്യമെങ്കിൽ അവരൊക്കെ ഈ ഭയാനകത പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇഖ്ലാസോടു കൂടി നല്ല രൂപത്തിൽ നല്ല അത്തറുകളും സുഗന്ധങ്ങളൊക്കെ ഉപയോഗിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.